കിണ്ണത്തപ്പാണ് ഇന്നുണ്ടാക്കുന്നത്. കണ്ണൂർ ഭാഗത്ത് ഉണ്ടാക്കുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കിണ്ണത്തപ്പ റെസിപ്പിയാണ്. അപ്പോൾ നമ്മളിത് സ്റ്റീം ചെയ്തിട്ടൊന്നല്ല ഉണ്ടാക്കുന്നത്. വലിയ ഉരുളിയിലിട്ട് കുറേ സമയം വിരകിയിട്ടുണ്ടാക്കുന്ന നല്ല രുചിയുള്ളൊരു കിണ്ണത്തപ്പാണ്. കുറച്ചധികം സമയം എടുക്കും ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, പക്ഷെ നല്ല രുചിയാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ചധികം ക്വാണ്ടിറ്റി, അതായത് ഒരു 3-4 ആൾക്കാരൊക്കെ കൂടിയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്. അപ്പോൾ നമ്മൾ പൊതുവെ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഒരു 2-3 വീട്ടുകാരൊക്കെ കൂടിയിട്ട് ഒരുമിച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് വലിയ ജോലിയുള്ളതായിട്ട് തോന്നില്ല. ഒറ്റക്കൊക്കെ ഉണ്ടാക്കാൻ ഇത് നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. 2-3 മണിക്കൂറെങ്കിലും ഉരുളിയിലിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടൊക്കെ വേണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അടുത്തടുത്തുള്ള 2-3 വീട്ടുകാരൊക്കെ കൂടിയിട്ടാണ് പൊതുവേ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ചധികം ക്വാണ്ടിറ്റി അത് തന്നെയാണ് ഇന്നും ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഈ നല്ല ടേസ്റ്റി കണ്ണൂർ കിണ്ണത്തപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. കിണ്ണത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 4 കപ്പ് പച്ചരിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. 240 മില്ലി അളവിലുള്ള കപ്പിൽ 4 കപ്പ് പച്ചരിയാണ് എടുത്തിരുന്നത്. ഈ പച്ചരി കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും കുതിർത്ത് വെച്ചതിന് ശേഷം നന്നായിട്ട് കഴുകിയിട്ട് ഇതുപോലെ അരച്ചെടുത്ത് വെക്കുക. നമ്മൾ സാധാരണ ദോശക്കൊക്കെ അരക്കുന്നത് പോലെ ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് അരച്ചെടുക്കുക. ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ 4 കപ്പ് പച്ചരി ഞാൻ ഇതുപോലെ 1 മണിക്കൂർ കുതിർത്ത് അരച്ചെടുത്തിട്ട് ഇവിടെ വെച്ചിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് കടലപ്പരിപ്പാണ്. ഞാനിവിടെ 150 ഗ്രാം കടലപ്പരിപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇതും ഏകദേശം 1 മണിക്കൂർ വരെ കുതിർത്തിട്ട് നമുക്ക് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിതിവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. 1 മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ എടുത്തിരിക്കുന്നത് 3 കിലോഗ്രാം ശർക്കരയാണ്, അതായത് വെല്ലം. അപ്പോൾ നമ്മൾ 4 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. 4 കപ്പ് അരിക്ക് 3 കിലോഗ്രാം ശർക്കരയാണ് ആവശ്യം. 2 കപ്പ് അരിയാണ് എടുക്കുന്നതെങ്കിൽ 1.5 കിലോഗ്രാം ശർക്കര എടുത്താൽ മതി. ഇതിലേക്ക് 4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 4 കപ്പ് വെള്ളം ചേർത്തതിന് ശേഷം ഇത് നമുക്ക് അടുപ്പത്തേക്ക് മാറ്റാം. ഈ ശർക്കര നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം. ശർക്കര അടുപ്പത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. ശർക്കര നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ശർക്കര മുഴുവനൊന്ന് മെൽറ്റായാൽ മാത്രം മതി, കൂടുതൽ വെച്ച് വറ്റിച്ചെടുക്കുകയൊന്നും വേണ്ട. മുഴുവൻ ശർക്കരയും മെൽറ്റായി കഴിഞ്ഞപ്പോൾ ഇത് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. ഇവിടെ 4 തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1-ാം പാല് 2-ാം പാല് അങ്ങനെ വേർതിരിച്ചെടുക്കുകയൊന്നും വേണ്ട, എല്ലാം കൂടി ഒരുമിച്ച് എടുത്താൽ മതി. ഇവിടെ ഇപ്പം 4 തേങ്ങയുടെ പാൽ, 1-ാം പാലും 2-ാം പാലും ഒക്കെ കൂടെ ഒരുമിച്ച് എടുത്തിട്ട് 2 വലിയ പാത്രം നിറയെ പാല്, തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഈ 2 പാത്രത്തിൽ തേങ്ങാപ്പാലും ചേർന്നിട്ട് 8 ലിറ്റർ തേങ്ങാപ്പാലാണ് ഉള്ളത്. നമുക്കൊരു ഏകദേശം കണക്ക് വെച്ചിട്ട് തേങ്ങാപ്പാൽ എടുത്താൽ മതി. നിങ്ങൾക്കിപ്പോൾ അളവ് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് ഞാനിത് അളന്ന് നോക്കിയതാണ്. അപ്പോൾ രണ്ടും കൂടിയിട്ട് 8 ലിറ്റർ പാലാണ് ഉള്ളത്. ഈ തേങ്ങാപ്പാൽ മുഴുവനും ഒരു വലിയ ഉരുളിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. 2 പാത്രത്തിലെ പാലും ഈ ഉരുളിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ച അരി ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ പച്ചരി അരച്ച് മാറ്റി വെച്ചിരുന്നല്ലോ, ആ അരി ഈ തേങ്ങാപ്പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. മുഴുവൻ അരിയും ഒരുമിച്ച് തേങ്ങാപ്പാലിലേക്ക് ചേർത്ത് കൊടുക്കുക. അരി ചേർത്തതിന് ശേഷം ആ പാത്രത്തിൽ കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് അതും ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഏകദേശം 1 ലിറ്ററോളം വെള്ളം ചേർത്തിട്ടുണ്ട്. ഇതിൽ വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് വേവിക്കാൻ തുടങ്ങുന്ന സമയത്ത് പെട്ടെന്ന് കട്ടയാവും, പിന്നെ അധികം വെന്ത് കിട്ടാതെ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് കുറച്ചധികം വെള്ളം ഇതിൽ ചേർക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഇനി നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ച ശർക്കര ഒരു അരിപ്പയിലൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ കല്ലും ചിലപ്പോൾ അഴുക്കൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് ഒരു അരിപ്പയിലൂടെ അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. ശർക്കര മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ തീയൊക്കെ കത്തിച്ച് റെഡിയാക്കി എടുക്കാം. അതുപോലെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയും ചെയ്യാം. ഞാനും എൻ്റെ ഉമ്മയും ഉമ്മാൻ്റെ അനിയത്തി, പിന്നെ എൻ്റെ അനിയത്തി, എൻ്റെ മോള്, അങ്ങനെ നമ്മൾ 4-5 ആൾക്കാർ, 4-5 പെണ്ണുങ്ങൾ കൂടിയിട്ടാണ് ഇതിപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് മാറി മാറി ഇളക്കാൻ വേണ്ടിയിട്ട് 2-3 ആൾക്കാരെങ്കിലും ഉണ്ടാവുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ കൈ വേദനിക്കും. കുറഞ്ഞതൊരു 2 മണിക്കൂറെങ്കിലും ഇതിങ്ങനെ ഇളക്കി എടുക്കേണ്ടി വരും. അപ്പോൾ മാറി മാറിയിട്ട് ഇളക്കി എടുക്കുകയാണെങ്കിൽ കൈ വേദനിക്കാതെ നമുക്കിത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നന്നായിട്ടിത് അടുപ്പൊക്കെ കത്തി ഇതിപ്പോൾ നന്നായിട്ട് ചൂടായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും 2 മണിക്കൂറൊന്നും കാണിക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ കുറച്ചായിട്ട് കാണിക്കാം. നന്നായിട്ട് തിളച്ച് തുടങ്ങുന്നുണ്ട്.
ഇത് ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇങ്ങനെ ഇളക്കുന്നത് നിർത്താനേ പാടില്ല, അപ്പോൾ പെട്ടെന്ന് അടിയിൽ പിടിക്കും. അതുകൊണ്ടാണ് 2-3 ആൾക്കാരെങ്കിലും വേണമെന്ന് പറയുന്നത്. തുടർച്ചയായിട്ട് ഇതുപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ ഇളക്കുന്ന സമയത്ത് നല്ല നീളമുള്ള പിടിയുള്ള ചട്ടുക എടുക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ കയ്യിലൊക്കെ തെറിക്കും. അപ്പോൾ നല്ല നീളമുള്ള കൈയുള്ള ചട്ടുകം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് കണ്ടില്ലേ, നന്നായിട്ട് തിളച്ച് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇത് വെച്ചിട്ട് ഏകദേശം 1 മണിക്കൂർ ആയിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് കുറുകി വരാണ്. അപ്പോൾ ഇത് പകുതിയിലധികം വെന്ത് കഴിയുമ്പോഴേക്കും നമുക്ക് കടലപ്പരിപ്പ് ചേർക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച കടലപ്പരിപ്പ് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഞാനിവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. വെന്ത് അലിയാൻ പാടില്ല, ഒരു നല്ല പാകത്തിലെടുക്കണം, അധികം വെന്ത് അലിഞ്ഞു പോവരുത്. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് തിളച്ച് വേവാൻ തുടങ്ങിയിട്ടുണ്ട്. കടലപ്പരിപ്പ് വെന്തതിന് ശേഷം നമുക്കിത് നമ്മുടെ കിണ്ണത്തപ്പത്തിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് ഇവിടെ കുറുകി നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് വേണം ഇത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. നേരത്തെ തന്നെ കടലപ്പരിപ്പ് ഇട്ട് കഴിഞ്ഞാൽ കടലപ്പരിപ്പ് വല്ലാതെ ഹാർഡായി പോവും. അതുകൊണ്ട് ഇങ്ങനെ ഒരു പകുതിയിലധികം ഏകദേശം ഒരു 1/4 ഭാഗത്തോളം വെന്ത് കഴിയുമ്പോൾ മാത്രമേ ഈ കടലപ്പരിപ്പ് ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ കടലപ്പരിപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. കിണ്ണത്തപ്പം നന്നായിട്ട് കുറുകി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് പശുവിൻ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഒരു 3-4 ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതിൽ നെയ്യ് അധികം ആവശ്യമില്ല. നെയ്യ് തീരെ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മളിതിൽ തേങ്ങാപ്പാലൊക്കെ കുറേ ചേർത്തതുകൊണ്ട് നല്ല രുചി ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഒരുപാട് നെയ്യ് ചേർക്കേണ്ട ആവശ്യമില്ല. വേണമെന്നുണ്ടെങ്കിൽ ഒരു 3-4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കിണ്ണത്തപ്പം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 3 പാത്രം ഇവിടെ നെയ്യൊക്കെ പുരട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നെയ്യ് പുരട്ടിയിട്ട് വേണം ഇതിലേക്ക് കിണ്ണത്തപ്പം സെറ്റാക്കാൻ വേണ്ടിയിട്ട് വെക്കാൻ, എന്നാലേ പെട്ടെന്ന് ഇളകി കിട്ടുള്ളൂ. അപ്പോൾ കിണ്ണത്തപ്പം ഇവിടെ നന്നായിട്ട് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഉരുളിയിൽ നിന്നും വിട്ട് വരുന്ന ഒരു പാകം വരെ ഇളക്കണം. അതുപോലെ നല്ല ഹാർഡായിട്ടുള്ള കിണ്ണത്തപ്പമായിരിക്കും ചില ആളുകൾക്ക് ഇഷ്ടം. അപ്പോൾ കുറേ സമയം അടുപ്പത്ത് വെച്ചിട്ട് ഇളക്കുക. കുറച്ച് സോഫ്റ്റായിട്ടൊക്കെ മതിയെന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ എടുക്കുക. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. ഇതിപ്പോൾ കിണ്ണത്തപ്പം നന്നായിട്ട് കുറുകി ഇങ്ങനെ വറ്റി വന്നിട്ടുണ്ട്. ഉരുളിയിൽ നിന്നും ഇങ്ങനെ വിട്ട് വരുന്നുണ്ട് നമ്മൾ ഇളക്കുന്ന സമയത്ത്. കണ്ടില്ലേ, നന്നായിട്ട് ഉരുളിയിൽ നിന്നൊക്കെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കിണ്ണത്തപ്പം അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം. കിണ്ണത്തപ്പം അടുപ്പത്തുനിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ നെയ്യ് പുരട്ടിയ പാത്രത്തിലേക്ക് ഇതിട്ട് കൊടുക്കാം. മൂന്ന് പാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് 3 എണ്ണത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കിണ്ണത്തിലേക്ക് ഇട്ടതിന് ശേഷം നല്ല ഷേപ്പാക്കി എടുക്കുക. മുകൾ ഭാഗം കുറച്ച് സ്പൂണിൽ നെയ്യ് പുരട്ടിയിട്ട് നല്ല ഷേപ്പാക്കി എടുത്താൽ മതി. അല്ലെങ്കിൽ വാഴയില ഉപയോഗിച്ചിട്ട്, വാഴയിലയിൽ കുറച്ച് നെയ്യ് പുരട്ടിയിട്ട് വാഴയില വെച്ചിട്ടും ഷേപ്പാക്കി എടുക്കാം. ചൂടോട് കൂടിയിട്ട് തന്നെ ചെയ്യുക. തണുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ല, നല്ല ബുദ്ധിമുട്ടായിരിക്കും. നല്ല ചൂടോട് കൂടി കിണ്ണത്തപ്പം അടുപ്പത്തുനിന്ന് ഇറക്കി ഉടനെ തന്നെ ടിന്നിലേക്ക് മാറ്റി കൊടുക്കണം. അപ്പോൾ ഇത് കിണ്ണത്തിൽ സെറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ടായിരിക്കണം ഇതിന് കിണ്ണത്തപ്പം എന്ന് പേര് വന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതിപ്പോൾ കിണ്ണമല്ല, ഇത് കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന പാത്രമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. പണ്ടൊക്കെ ഇത് കിണ്ണത്തിലാണ് സെറ്റ് ചെയ്യാൻ വെക്കാമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ടിന്ന് ഇവിടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ടിന്ന് ഇവിടെ ഞാൻ എടുത്ത് തണുക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ കട്ട് ചെയ്തെടുക്കണ്ടൂ. അപ്പോൾ മാത്രമേ നമുക്ക് നന്നായിട്ട് കട്ട് ചെയ്യാൻ കഴിയുള്ളൂ. ഒരു 6-7 മണിക്കൂറെങ്കിലും ഇത് നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കണം. കാരണം ഇത് നല്ല ചൂടാണ്, തണുത്ത് കിട്ടാൻ കുറേ സമയമെടുക്കും. ഒരു ദിവസത്തിന് ശേഷം കട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഞങ്ങളൊക്കെ പൊതുവേ തലേന്ന് ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസമാണ് ഇത് കട്ട് ചെയ്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനിത് അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്കൊരു 5-8 മണിക്കൂറിന് ശേഷം ഇത് കട്ട് ചെയ്തിട്ട് നോക്കാം. ഇത് തണുക്കാൻ വെച്ചിട്ട് ഇപ്പോൾ 10-12 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഇതുപോലെ സൈഡിൽ നിന്നും ആദ്യം ഒന്ന് ഇളക്കിയെടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. കണ്ടില്ലേ, നന്നായിട്ട് സെറ്റായി വന്നിരിക്കുകയാണ്. പിന്നെ ഇത് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി കിണ്ണത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് ഞങ്ങളുടെ ഭാഗത്തൊക്കെ കിണ്ണത്തപ്പം ഉണ്ടാക്കുന്നത്. കുറേ ടൈം എടുത്ത് വിരകിയിട്ടൊക്കെയാണ് ഉണ്ടാക്കുന്നത്. സ്റ്റീം ചെയ്തിട്ട് ഉണ്ടാക്കുന്ന കിണ്ണത്തപ്പം ഞാൻ കണ്ടിട്ടുണ്ട്, അത് കുറച്ചുകൂടി ഈസിയാണ്. പക്ഷേ ഈ ഒരു ടേസ്റ്റ് നമുക്ക് എന്തായാലും കിട്ടില്ല. ഇതിപ്പോൾ നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും നല്ല രുചിയാണ് വീട്ടിലുണ്ടാക്കി കഴിഞ്ഞാൽ.
ബേക്കറിയിൽ നിന്ന് നമ്മൾ കിണ്ണത്തപ്പം വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതിൻ്റെ പകുതി ടേസ്റ്റ് പോലും കിട്ടാറില്ല. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഇത് ഞാൻ പറഞ്ഞതുപോലെ ഒരു 2-3 ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാം. മാറി മാറിയിട്ട് ഇളക്കിയെടുത്താൽ മതിയാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തായാലും വീണ്ടും വീണ്ടും ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അത്രയും രുചിയുള്ളൊരു സ്വീറ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്